നമ്മുടെ ഈ ലോകം കർമ്മപ്രധാനമാണ്. കർമ്മത്തിലുണ്ടാവുന്ന എല്ലാ അനുഭവങ്ങൾക്കും കാരണം അവരവരുടെ കർമ്മമാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ഓരോരുത്തരും മരണം വരെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ കഴിയുന്നു. ആ കർമ്മഫലം മുഴുവനും അനുഭവിച്ചു തീർക്കുവാൻ അതാതു ജന്മത്തിൽ തന്നെ സാധിക്കാത്തതിനാൽ ശേഷിച്ച കർമ്മഫലാനുഭവങ്ങൾക്കു വേണ്ടി വേറൊരു ദേഹവും എടുത്തുകൊണ്ട് വീണ്ടും വരേണ്ടി വരുന്നു. പുനർജന്മ വിശ്വാസത്തിന് അടിസ്ഥാനം അതാണ്. ഇങ്ങനെ ജീവിതവും കർമ്മവും പുനർജന്മവുമായി ഈ സംസാരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ പിന്നെ ഈശ്വര വിശ്വാസത്തിന് എന്താണ് ഫലമെന്ന് ഒരു സംശയം ഉണ്ടായേക്കാം. എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഈശ്വരൻ്റെ അധീനതയിലാണ് എല്ലാം നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ സർവേശ്വരനും അതിൽ പ്രാധാന്യമുണ്ട്. കർമ്മബന്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗവും നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഉപദേശിച്ചിട്ടുണ്ടല്ലോ. കർമ്മത്തിൻ്റെ മഹത്വത്തെപ്പറ്റി ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. സൃഷ്ടിസ്ഥിതി സംഹാരകർത്താക്കളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ കൂടി കർമ്മനിയമത്തിന് അധീനരാണെന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാമല്ലോ. ഏതൊരു കർമ്മമാണോ ബ്രഹ്മദേവനെ സൃഷ്ടികർമ്മത്തിൽ നിയമിച്ചിട്ടുള്ളത്, ഏതൊരു കർമ്മമാണോ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനെ മത്സ്യകൂർമാദ്യാവതാരങ്ങളിലൂടെ ലോകരക്ഷണത്തിന് നിയമിക്കുന്നത്, ഏതൊരു കർമ്മമാണോ പരമേശ്വരനെ ബ്രഹ്മാവിൻ്റെ തലയെടുത്ത് ഭിക്ഷാടനം ചെയ്ത് ജീവിക്കുവാൻ നിയോഗിച്ചത്, ഏതൊരു കർമ്മമാണോ നിത്യേന ആകാശത്തിൽ ചുറ്റിത്തിരിയുവാൻ സൂര്യനെ പ്രേരിപ്പിക്കുന്നത്, ആ കർമ്മത്തിനെ നമ്മൾ നമസ്കരിച്ചേ തീരൂ. ബ്രഹ്മാദിദേവന്മാർ കൂടി കർമ്മത്തിന് അധീനരാണെന്ന് പറഞ്ഞുവല്ലോ. മനുഷ്യൻ ജനന മരണ രൂപമായ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടണം എങ്കിൽ കർമ്മഫലം തന്നെ ബന്ധിക്കാത്ത വിധത്തിൽ ഒരു ഫലേച്ഛയും കൂടാതെ നിസ്വാർത്ഥമായി കർമ്മം ചെയ്യണമെന്നാണ് പറയുന്നത്. കർമ്മവും കർമ്മഫലവും എല്ലാം സർവേശ്വരനിൽ സമർപ്പിച്ച് ഈശ്വരാർപ്പണമായി ജീവിതം നിർവഹിക്കുക എന്നാണ് അർത്ഥം. ഇനി ഈശ്വരഭക്തിയുടെ മഹിമയെക്കുറിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശിക്കുന്നതാണ് ഉദ്ധവോപദേശം, ഉദ്ധവഗീത. ഈ അഗ്നി വിറകുകളെ നശിപ്പിക്കുന്നത് പോലെ ഈശ്വരനിലുള്ള ഭക്തി നമ്മുടെ സകല പാപങ്ങളെയും നിശേഷം നശിപ്പിക്കുന്നു. മലിനവാസനകളെ എല്ലാത്തിനെയും ഭക്തി ഇല്ലാതെയാക്കുന്നു. അപ്പോൾ എന്തെല്ലാം ക്ലേശങ്ങൾ നമ്മളെ വിഷമിപ്പിച്ചാലും പരിഭ്രമം ലേശമില്ലാതെ ആത്മസ്ഥൈര്യത്തോടും പൂർണ്ണമായ വിശ്വാസത്തോടും കൂടി നമ്മൾ ഈശ്വരനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാ ക്ലേശങ്ങളും അകലാൻ തുടങ്ങുന്നു. സുകൃതത്തിൻ്റെ കുറവും പാപത്തിൻ്റെ ആധിക്യവുമാണ് ഈശ്വരവിശ്വാസം വളരാതെ ഇരിക്കുവാനുള്ള കാരണങ്ങൾ. യേശാം ത്വന്ധ ഗതം പാപം എന്ന് തുടങ്ങുന്ന ശ്ലോകം കൊണ്ട് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ ഈ വസ്തുത വെളിവാക്കിയിട്ടുണ്ട്. സൽക്കർമ്മങ്ങൾ കൊണ്ട് പാപം നശിച്ച് പുണ്യം വളരുമ്പോൾ സ്വാഭാവികമായി ഒരാൾക്ക് ഈശ്വരവിശ്വാസവും ഭക്തിയും ഉണ്ടാവും. ഈശ്വരവിശ്വാസം കൊണ്ടും ഭക്തി കൊണ്ടും ഒരാൾക്ക് എന്തെല്ലാം സാധിക്കുമെന്നതിനെ കാണിക്കുന്ന അനേകം ഉദാഹരണങ്ങൾ നമ്മുടെ പുരാണങ്ങളിൽ തന്നെയുണ്ട്. പാഞ്ചാലി, പ്രഹ്ലാദൻ, ധ്രുവൻ, സുദാമാവ് തുടങ്ങിയ അനേകം മഹത് ഭക്തന്മാരുടെ പുണ്യചരിതങ്ങൾ ഈശ്വരവിശ്വാസത്തിൻ്റെ മഹിമയെ കാണിക്കുന്നവയാണ്. വിശ്വാസമാണ് ഭക്തിക്കാസ്പദം. തൻ്റെ ഏതുവക ക്ലേശങ്ങൾക്കും ഏകനിവൃത്തി ഈശ്വരൻ മാത്രമാണെന്ന ഉറച്ച വിശ്വാസമുണ്ടാവണം ആദ്യം. ഈ വിശ്വാസം ദൃഢപ്പെടും തോറും നമുക്ക് ഭക്തി വളർന്നുകൊണ്ടേയിരിക്കും. ഭക്തി കൊണ്ട് അമൃത സ്വരൂപനാകാൻ സാധിക്കും. ഈശ്വരനൊഴിച്ച മറ്റെല്ലാം ഭക്തൻ്റെ ആ ദൃഷ്ടിയിൽ നിസാരങ്ങളും ദുഃഖഹേതുകങ്ങളുമാണ് എന്ന ആ ഒരു ചിന്ത വരണം. രോഗം, ദാരിദ്ര്യം, ഭയം, മൃത്യു തുടങ്ങിയ ഈ ലോകത്തിലെ ആപത്തുകൾക്കൊന്നും തൻ്റെ ഭക്തനെ ചലിപ്പിക്കുവാനോ പീഡിപ്പിക്കുവാനോ സാധിക്കില്ല എന്ന് ഭഗവാന് തോന്നുന്ന പോലെയുള്ള ആ ഭക്തിയായിരിക്കണം നമ്മൾക്കുണ്ടാവേണ്ടത്. അന്തകനെ പോലും ഭക്തർ ഭയപ്പെടുന്നില്ല. ഭക്തനെ പ്രീതിപ്പെടുത്തുവാൻ എല്ലാവരും തയ്യാറാവുന്നു. വിഷയചിന്തയാണ് ഒരാളെ ഈശ്വരനിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നത്. വിഷയങ്ങളിൽ നിന്ന് അകന്ന് നിഷ്കളങ്കമായ ഭക്തി വളർത്തിയാൽ ഈശ്വരനോട് കൂടുതൽ നമുക്കടുക്കുവാൻ സാധിക്കും. ഇന്നല്ലെങ്കിൽ നാളെ
ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾക്കെല്ലാവർക്കും പോവേണ്ടത് ഭഗവാന്റെ ധാമത്തിലോട്ടാണ്. അപ്പോഴതിനനുസരിച്ച് നമ്മൾ ചില മാറ്റങ്ങൾ നടത്തിയേ തീരൂ. കർമ്മം, യോഗം, ജ്ഞാനം തുടങ്ങി പലതും ഈശ്വരപ്രാപ്തിക്കുള്ള ഉപായങ്ങളാണ്. ഭക്തിയാണ് ഇവയിൽ ഏറ്റവും പ്രായോഗികമായത്. ശരണാഗതിയാണ് ഭക്തി സാധനയിൽ ഏറ്റവും പ്രധാനമായ ഭാവം. പൂർണ്ണമായി ഈശ്വരനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞ ഒരാളെ അഗ്നിക്ക് ദഹിപ്പിക്കുവാനോ ആയുധത്തിന് മുറിവേൽപ്പിക്കുവാനോ സാധ്യമല്ല. അതിനേറ്റവും വലിയ ഉത്തമോദാഹരണമാണ് പ്രഹ്ലാദൻ. ഈശ്വര ശരണാഗതിയുടെ പ്രഭാവം കൊണ്ട് പാഞ്ചാലിയുടെ ആ വസ്ത്രം ദുശാസനൻ എത്ര അഴിച്ചിട്ടും അഴിഞ്ഞില്ല. ഭീമനെ വിഷത്തിന് കൊല്ലാനും കഴിഞ്ഞില്ല. വൃന്ദാവനത്തിലെ പശുക്കുട്ടികൾ കാളിയന്റെ വിഷത്തിൽ നിന്നും രക്ഷപ്പെട്ടതോ ഈശ്വരഭക്തിയുടെ ആ മഹിമയാണ്. അവരെയൊക്കെ രക്ഷിച്ചത് സാക്ഷാൽ ഭഗവാനാണ്. അതിനാൽ പൂർണ്ണമായും ഈശ്വരനെ ശരണം പ്രാപിക്കുവാൻ കഴിഞ്ഞാൽ ഇഹത്തിലും പരത്തിലും നമ്മൾക്ക് രക്ഷയായി. രോഗം, ദാരിദ്ര്യം, മറ്റു തരത്തിലുള്ള ക്ലേശങ്ങൾ എന്നിവയുണ്ടാവുമ്പോൾ സ്വാഭാവികമായും മനസ്സ് ഈശ്വരനോടടുക്കും. കുന്തിദേവി ഭഗവാനോട് തങ്ങൾക്ക് ആപത്തുണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചതായി ഭാഗവതത്തിൽ പറയുന്നുണ്ട്. നാരായണീയം എഴുതിയ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് തനിക്ക് നേരിട്ട രോഗങ്ങളെ അനുഗ്രഹങ്ങളായി അനുസ്മരിച്ചിട്ടുണ്ട്. ഇനി വിവേകമുള്ള ഒരാൾക്ക് ആപത്തുകൾ ശാപമല്ല, അനുഗ്രഹമാണ്. അതിനാൽ അവിചാരിതമായി വരുന്ന ആപത്തുകളിൽ വ്യസനിക്കാതെ ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ശരീര മനസ്സുകളെ ക്ഷീണിപ്പിക്കുന്ന ദക്ഷിണായന കാലത്തിൻ്റെ പിടിയിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുവാൻ അനസ്യൂതമായ ഈശ്വരഭക്തിയും വിശ്വാസവും നമ്മൾക്ക് സഹായകരമാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഭക്തിയുടെയും ഈശ്വര ശരണാഗതിയുടെയും മഹിമ അപാരമാണ്. അതേപോലെ എല്ലാവർക്കും ഉണ്ടാവേണ്ട വലിയൊരു ഗുണമാണ് വിനയം. ധനം എത്രയുണ്ടായാലും, വിദ്യാഭ്യാസം എത്രയുണ്ടായാലും, എത്രയോ ഉയർന്ന കുലത്തിൽ ജന്മമുണ്ടായാലും വിനയപൂർവമുള്ള ആ ഒരു പെരുമാറ്റമില്ലെങ്കിൽ അതെല്ലാം വ്യർത്ഥമാണ്. ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മൾക്ക് സിദ്ധിച്ച ഈ മനുഷ്യജന്മം സജ്ജനങ്ങളെ സമാശ്രയിച്ച് മോക്ഷപ്രാപ്തിക്ക് കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.